ഹലോ കൂട്ടുകാരെ, അമ്മക്കുട്ടി വന്ന് ഗുഡ് ഈവനിങ്. അമ്മക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത. നമ്മുടെ ഒരു പാസ്ത ഈവനിങ്ങിന് രാത്രി നൈറ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചു. ആ പാത്രത്തിലേക്ക് ഓയിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടി നമുക്കിടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലും ബട്ടറും കൂടി മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്കിത് വഴറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ വഴറ്റണം കൂട്ടുകാരെ. ഒരു ബ്രൗണിഷ് നിറമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കണം പറഞ്ഞുതരാം കേട്ടോ. അമ്മക്കുട്ടി സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാവേ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഈവനിങ് ചായക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ നൈറ്റോ എപ്പോൾ വേണമെങ്കിൽ നമുക്കതിനൊരു കറിയൊന്നും വേണ്ട. പാസ്ത നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടിയുടെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലും കൂടി അടിക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ എന്തിടണം അടുത്തത്? ഇത് കണ്ട അര കിലോൻ്റെ പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 3 വലിയ സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. നോക്കട്ടെ, അത്ര മതി കേട്ടോ. എടാ നോക്കട്ടെ, മക്രോണി സവോള ഇട്ടിട്ട് കുറച്ചും കൂടി ഞാൻ ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ മക്കളെ. കാരണം 1 കിലോ ഉണ്ടല്ലോ പാസ്ത, 500 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഈ ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബട്ടർ ഇട്ട്. ഓയിൽ ഒഴിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. എൻ്റെ കയ്യിൽ ബട്ടറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ടു. ഒരുവിധം വഴന്നു. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി എന്തിട്ട് കൊടുക്കണം? തക്കാളി കുട്ടന്മാരിട്ട് കൊടുക്കണം. കണ്ട തക്കാളി കുട്ടന്മാരിട്ട് കൊടുക്കണം. എന്നിട്ടിത് വഴറ്റണം. കണ്ട ഇതൊരു വിധം വഴന്ന് വരണം. അപ്പോൾ ഇതൊരു വിധം വഴന്ന് കഴിഞ്ഞ് മക്കളെ ഇതിലേക്ക് നമ്മൾ എന്തെടുത്തിടണം? കുറച്ച് മുളക് പൊടി ഇടണം. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടണം. എന്നിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മക്കളെ വേറൊരു കാര്യം മറന്നുപോയി, ക്യാപ്സിക്കം ഇടണം കേട്ടോ. ക്യാപ്സിക്കം ഇടണം. എന്നിട്ടിത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നൊന്ന് വെന്തതിന് ശേഷം മാത്രമേ പൊടികൾ ഇടാനുള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് ചില്ലി ഇട്ടിട്ടുണ്ട്. ചതച്ച മുളക് അതിട്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? നാളെ പെസഹ വേഴമാണല്ലോ. പെസഹ വേഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം മുടക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചു പൊളിക്കണം. എല്ലാവരും ഒരു ടൂറൊക്കെ പോയി ഫാമിലിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇതിലേക്ക് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇടയ്ക്ക് ഇനി ഇതിലേക്ക് പെരുംജീരകം ഇടണം. ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ. ഞാനിതൊന്ന് ഇളക്കട്ടെ. പെരുംജീരകം പൊടിക്കുന്നതേ ഉള്ളൂ. പെരുംജീരക പൊടി ഇല്ല. അമ്മക്കുട്ടിയുടെ കയ്യിൽ പെരുംജീരകം ഇല്ല. അപ്പം പെരുംജീരകം പൊടിച്ചിട്ട് വരാട്ടോ. ഇത് നോക്കൂ, ഇത് പെരുംജീരകം പൊടി. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, രാജകുമാരൻ. പെരുംജീരകം ഇട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇടണം. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ എന്തെടുക്കണം? ഗരം മസാല. കൂട്ടുകാരെ ഗരം മസാല. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ ആള്, ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഒഴിക്കണേ. അതിനകത്തേക്ക് നമ്മൾ
ടൊമാറ്റോ സോസ് അതിന് അനുസരിച്ചിടണം. പിന്നെ മല്ലിയില ഇടണം. മല്ലിയിലേക്ക് ഇനി വെച്ചോളാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി മല്ലിയില. വാവ്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മക്കളെ. ഇതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്തിടും? പാസ്ത ഇടണം. നോക്കൂ, ഇത് നല്ല വഴന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് പാസ്ത കുട്ടന്മാരെ എടുത്തിടാം കേട്ടോ. നമ്മൾ പാസ്ത കുട്ടന്മാരെ ഇടാണേ. ഇളക്കട്ടെ. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടുകാരെ മിക്സ് ചെയ്തു. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേകാനായിട്ട് വയ്ക്കണം. കുറച്ച് പകുതി പാസ്ത ഒരു ഇത്തിരിയും കൂടി വേകാനുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു വേഗം കൂടി വെന്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ മല്ലിയിലേക്ക് നമ്മൾ വിതറി എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ മൂടി വെച്ച് ഒത്തിരി നേരം വേവിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയില വിതറി എടുത്തിട്ട് സോസ് കൂട്ടി കഴിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു മുട്ട പൊരിച്ചിട്ട് ചിക്കി വറുത്തിട്ട് അത് കൂട്ടി കഴിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കൂട്ടി കഴിക്കാം. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. എല്ലാവരും അമ്മക്കുട്ടിയുടെ വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് മല്ലിയില ഇടണമെന്ന്. മല്ലിയില ഇടുകയാണ്. മല്ലിയില ഇടുമ്പോൾ വേറൊരു സംഭവം കൂടി അമ്മക്കുട്ടി മറന്നുപോയി. കുരുമുളക് പൊടി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത് സോസ്, കുരുമുളക് പൊടി, മല്ലിയില, ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൂട്ടുകാരെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. മക്കളെ, എല്ലാവരും അമ്മക്കുട്ടിയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.